നേരെ ചൊവ്വയിലെ ഇന്നത്തെ അതിഥിയെ വിശേഷിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. കേരളം കണ്ട ഏറ്റവും തന്ത്രശാലിയായ പ്രായോഗിക രാഷ്ട്രീയ നേതാവ്, ഏറെ വന്ദിക്കപ്പെടുകയും അതുപോലെ നിന്ദിക്കപ്പെടുകയും ചെയ്ത നേതാവ്, ശക്തനായ മുഖ്യമന്ത്രി, ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട കേരളത്തിന്റെ തനതു നേതാവ്, രാഷ്ട്രീയത്തിന്റെ മഹാനാടകവേദിയിൽ ഇന്ന് ഒരു ദുരന്ത നായകനെ പോലെ ശ്രീ കെ കരുണാകരൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരു നേതാവായിരുന്നു ലീഡർ. അതുപോലെ ഏറ്റവും ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രി, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന മുഖ്യമന്ത്രി, ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും ഏറെ ബഹുമാനിച്ച മുഖ്യമന്ത്രി, രാഷ്ട്രീയത്തിലെ ഒരു 3 തലമുറയ്ക്കെങ്കിലും ഏറ്റവും അറിയപ്പെടുന്ന കോൺഗ്രസുകാരൻ. ഇതെല്ലാം കഴിഞ്ഞ ഒരു 10 വർഷം എടുക്കുകയാണെങ്കിൽ ലീഡറുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ നേട്ടങ്ങളെ എല്ലാം മാറ്റി നിർത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇതെല്ലാം കളഞ്ഞു കുളിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ലീഡറുടെ ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശദീകരിക്കുന്നത്? യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. കാരണം രാഷ്ട്രീയത്തെ ഞാൻ പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിലും അവസരം കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അതുകൊണ്ടാണ് ഡൽഹിയിലെ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് വന്നതിന് ശേഷം ഒരോഫീസും ഞാൻ ഹോൾഡ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 1984 പാർലമെന്റ് ഇലക്ഷനിൽ ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നിട്ടില്ല. ജയിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഞാൻ എൻ്റെ രാജ്യസഭാ സ്ഥാനം രാജിവെച്ചു. അതിനുള്ള കാരണം, ഞാൻ മറ്റുള്ളവരോട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നു, അത് നമ്മളും ചെയ്യണം. അത് ഗാന്ധിയുടെ അപ്രോച്ചിൻ്റെ ബേസിക് ആയിട്ട് സംഗതിയാണ്. അല്ലെങ്കിലും ഏതെങ്കിലും ഒരു തെറ്റായ സമയത്ത് ഒരു തെറ്റായ തീരുമാനവും ലീഡറുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എടുത്തിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? എന്ന് പറഞ്ഞുകൂടാ. തെറ്റും ശരിയും കാണുന്ന ആളുകളുടെ അഭിപ്രായമാണല്ലോ. സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. പക്ഷെ അത് പറയുന്നത് ആളുകൾക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? അത് സാധിക്കില്ല. ലീഡറുടെ തന്നെ കാഴ്ചപ്പാടിൽ ലീഡർക്ക് തെറ്റിയ ഒരു സ്ഥലം പറയാമോ? അല്ലെങ്കിൽ കണക്കൂട്ടൽ എവിടെയാണ് പിഴച്ചതെന്ന് പറയാമോ? മറ്റുള്ളവർക്ക് പറയാൻ ഇടയാക്കിയത് ഒന്ന് പാർട്ടി വിട്ടതാണ്. അതായത് ഞാൻ ഒരിക്കലും പാർട്ടി വിടില്ല എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരം അംഗീകരിക്കുക, അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുക, അവരുടെയും കൂടെ വികാരം ഉൾക്കൊള്ളുകൊണ്ട് പ്രവർത്തിക്കുക, ഇതെൻ്റെ ഒരു പ്രവർത്തന ശൈലിയായിരുന്നു. ഈ ആൻ്റണി ഒരു കാലത്തെ ശൈലി മാറ്റണം എന്ന് പറയുന്നപ്പോഴേ ഞാൻ പറഞ്ഞ കാരണം ഇതാണ്, എന്തെങ്കിലും മാറ്റണം. എൻ്റെ ശൈലി എൻ്റേതല്ല, എൻ്റെ ശൈലി എൻ്റെ പ്രവർത്തകന്മാരുടെ ശൈലി, അത് ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ള അഭിപ്രായക്കാരനുമാണ്. പക്ഷേ പ്രവർത്തകർ ഇങ്ങനെ ഒരു വികാരത്തിന്റെ പുറത്ത് ലീഡറിൽ നിന്ന് ചിലത് ആവശ്യപ്പെടുമ്പോൾ ഒരു ലീഡർ എന്നുള്ള നിലയിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കേണ്ടത് ലീഡറുടെ ചുമതലയല്ലേ? ചെയ്യാറുണ്ട്, അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും വിഷമം ഉണ്ടായിട്ടുണ്ട്. ഒരു പരിധിവരെ ശരിയാണ് തെറ്റാണ് എന്ന് ധരിപ്പിച്ചാൽ പിന്നെ അത് നിർബന്ധമായിട്ട് ഞാൻ അടിച്ചേൽപ്പിക്കാറില്ല. നല്ലതാണെങ്കിൽ പോലും അടിച്ചേൽപ്പിക്കാറില്ല. അതുകൊണ്ടാണ് ഈയിടെ ഉണ്ടായ അത് ഞാൻ രാജ്യസഭാ മെമ്പർഷിപ്പും പാർട്ടിയുടെ മറ്റ് സ്ഥാനങ്ങളൊക്കെ വീഴ്ച വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രയാസം. ഒരു 3 തലമുറയ്ക്കെങ്കിലും കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരൻ കെ കരുണാകരനാണ്. അതിന് ഏത് പാർട്ടിയിൽ പോയാലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ആ പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം വേർപ്പെടുത്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് ലീഡർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുക? സത്യത്തിനെ വേർപ്പെടുത്തിയിട്ടില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകന്മാരുടെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ
തൽക്കാലം അവിടുന്ന് മാറി നിന്ന് അവരോടൊപ്പം പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തന്നെ ലീഡർ ആഗ്രഹിക്കുന്നു എന്നല്ലേ? എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് സ്നേഹം കോൺഗ്രസിനാണ്. ഇന്നിപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അതാണ് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഗതി. ഇനിയിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്? ഇന്ന് ലെഫ്റ്റ് പാർട്ടീസിൻ്റെ തീരുമാനമുണ്ട്. ഈ കരാറിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ കരാറിൻ്റെ ഉള്ളടക്കം മാത്രമല്ല, മറ്റു ചില രാജ്യത്തോടുള്ള സമീപനത്തെ ഉന്നത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഏതായാലും ശരി, ആ കരാറിനെ സംബന്ധിച്ച ആളുകൾക്ക് ഒരു വികാരമുണ്ട്, അത് മാനിക്കണം. അതേ അവസരത്തിൽ തന്നെ ഞാൻ കാണുന്ന ഒരു കാര്യം, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം ചെയ്ത കാര്യത്തിൽ അമേരിക്കയുമായിട്ട് ഒരു ധാരണയിൽ വരുമ്പോൾ അതാരെങ്കിലും കുരുതി കൊടുത്തുകൊണ്ടോ ആരെങ്കിലും ഉപേക്ഷിച്ചുകൊണ്ടാകരുത്. നമുക്കൊരു കാലത്തും വിശ്വസിക്കാൻ പറ്റിയ ഒരു രാഷ്ട്രമല്ല അമേരിക്ക. ഇതെൻ്റെ ഇപ്പോഴുള്ള അഭിപ്രായമല്ല, പഴയ കാലം മുതൽക്ക്. ഇന്നിപ്പം ഇന്ത്യയെ ഒന്നായിട്ട് കാണുന്ന, ഇന്ത്യയെ ഒന്നായി കണ്ടുകൊണ്ട് രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിയില്ല, രാഷ്ട്രീയ പാർട്ടികളുമില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ കോൺഗ്രസിലുണ്ട്. പക്ഷെ അതിനെ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ നേതൃത്വത്തിന് കഴിയുമോ എന്നുള്ള കാര്യം എനിക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണ് തെറ്റാണോ എന്ന് എനിക്കറിഞ്ഞു. ഈ തീരുമാനത്തെ എതിർക്കുന്നത് സോവിയറ്റ് റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം അതിൻ്റെ പിന്നിലാണ്. ഞാൻ കൃത്യമായിട്ട് ലീഡറോട് ചോദിക്കട്ടെ, ഈ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തെക്കുറിച്ച് ലീഡറുടെ അഭിപ്രായം എന്താണ്? ഇന്ദിരാഗാന്ധിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് പ്രവർത്തിച്ച ലീഡർക്ക് എങ്ങനെയാണ് ഈ സോണിയാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും താരതമ്യം ചെയ്യുന്നത്? ഇന്നത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ ഒപ്പിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഞാൻ അവരെ സമ്മതിക്കാം. അവർ വലിയൊരു നേതൃത്വത്തിന് ഉള്ള കഴിവിനെ സംബന്ധിച്ചുള്ള തർക്കത്തിനല്ല. കാരണം ഇത്രയും നേരം കാര്യങ്ങൾ അവർക്ക് ഒപ്പിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു. അംഗസംഖ്യയില്ലാത്ത ഒരു പാർട്ടി 3.5 കൊല്ലം ഗവൺമെൻറ് കൊണ്ടുപോയി. അതൊരു വലിയ കാര്യമാണ്, നമ്മുടെ രാജ്യത്തിന് ഒരു മെച്ചമുള്ള കാര്യം. ഗാന്ധി കുടുംബവുമായിട്ട് ഇത്രയും അടുത്ത് പെരുമാറിയ ലീഡർക്ക് ഈ സോണിയാഗാന്ധി ഒക്കെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ, അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കൽ ലീഡർ മദാമ എന്നൊക്കെ വിളിച്ചത് വലിയ പാട്ടായിരുന്നു. അത് ഞാൻ അവരോട് തന്നെ പറഞ്ഞു. ഈ നാട്ടിൻ പുറത്തെ ആളുകളോട് സംസാരിക്കും, മാഡം എന്ന് പറയുന്നവർക്കൊരു അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് മാഡം എന്നുള്ളതിൻ്റെ മലയാളം പറഞ്ഞത്. മദാമയാണ് മലയാളം. പക്ഷേ ഈ അർത്ഥത്തിൽ എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. എങ്കിൽ ഞാൻ പറയുമായിരുന്നില്ല. കോൺഗ്രസ് പ്രസിഡന്റിനെ എതിർക്കണമെന്നോ വേദനിപ്പിക്കണമെന്നോ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം അത് മാറ്റാൻ ആർക്കും കഴിയില്ല. ഇന്ദിരാജിയോടും അതിന് ശ്രമിച്ചിട്ടില്ല. എൻ്റെ എല്ലാമായിരുന്നല്ല ഇന്ദിരാജി. ആ ഇന്ദിരാജി പോലും അങ്ങനെയൊരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമാണ് ഞാൻ അവരുമായിട്ട് കണ്ട് സോണിയാജിയായിട്ട് കണ്ട് എനിക്കൊരു ഭാഗത്ത് നിന്ന് കിട്ടിയൊരു സ്നേഹം അതുമായിട്ട് ഞാൻ ചിലപ്പോൾ കമ്പയർ ചെയ്യും. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം. അത് കമ്പയർ ചെയ്യുമ്പോൾ ആലോചിക്കാൻ സാധിക്കില്ല.